മെയിൻ ആയിട്ട് ഇവിടുത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ രീതിയുടെ പ്രശ്നങ്ങളും കൂടി ഉണ്ട്. നമ്മളിപ്പോ ഒരു ആടിനെയും പൂച്ചേനെയും പട്ടീനെയും മുയലിനെയൊക്കെ ഒരേ രീതിയിലല്ലല്ലോ അവർക്ക് കഴിവുകളുള്ളേ, പലതിനും പല കഴിവുകളല്ലേ അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്ക് യൂണിക് ആയിട്ടുള്ള കപ്പാസിറ്റീസ് ആണ്. അപ്പൊ നമ്മളെ ഒരേ രീതിയിൽ പാറ്റേണിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവർക്കും അത് പറ്റില്ല, അത്രേ ഉള്ളൂ. അത് നമുക്കും കൂടെ ഈ പേരൻസിനും കൂടെ അതൊന്ന് മനസ്സിലാക്കണമല്ലോ. ശരിക്കും എനിക്ക് തോന്നുന്നു അവളേക്കാൾ കൂടുതൽ സമാധാനം കിട്ടിയത് ഞങ്ങൾക്കാണ്, കുട്ടികളുടെ ഒരു കാര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ. ഇത് റിപ്പോർട്ടാണോ മാം? ഇതാണ് നമ്മുടെ DMIT റിപ്പോർട്ട്. നമുക്കിങ്ങനെ പ്രിന്റ് ആയിട്ട് എല്ലാവർക്കും തരത്തില്ല? ഇല്ല, നമ്മൾ യൂഷ്വലി PDF ആയിട്ടാ കൊടുക്കുക. എനിക്ക് അങ്ങനെയാണല്ലോ വന്നത്, അതാ ഞാൻ ചോദിച്ചേ. പ്രിന്റഡ് എടുക്കുമ്പോൾ പിന്നെയും ചാർജസ് അധികമാവും. ഇത്ര പേജ് ഉണ്ടല്ലോ, 77 പേജസിന്റെ ആണ് ഈ റിപ്പോർട്ട് വരുന്നത്. ഒരാളുടെ സാധാരണ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഒരു കുറച്ച് മിനിമൽ ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇനിയിപ്പോ ഭാവിയിൽ നിങ്ങൾക്ക് ഇത് എപ്പോഴെങ്കിലും ഓർക്കണമെങ്കിൽ, ഇപ്പൊ കുഞ്ഞു പിള്ളേർ, ഇപ്പൊ മോളൊക്കെ ചെറുതല്ലേ, ഇനിയിപ്പോ ഒരു 17-18 ഇയറിലാണ് ഇതൊന്ന് റീടച്ച് ചെയ്യണം, കരിയർ ഓപ്ഷൻ നോക്കണം എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കും തന്നെ വായിച്ച് മനസ്സിലാക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ പ്രിന്റ് എടുത്തേക്കുന്നത്.